അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇതെന്ത് അല്ല, ബിനോയ് വിശ്വം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ മുന്നണി മര്യാദ ലംഘിക്കില്ലേ? CPM പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അത് താങ്കൾ പറഞ്ഞാണ്. അല്ലെ, അതല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ വളരെ ആദ്യം മുതലേ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഏതുതരം അഭിപ്രായ ഭിന്നതയും പരിഹരിക്കാനുള്ള രാഷ്ട്രീയാരോഗ്യം ഇടതുപക്ഷ ജനാധിപത്യം കാണിക്കുന്നത്. അതാണ് പൊളിറ്റിക്കൽ, അതാണ് സ്റ്റേറ്റ്മെന്റ്. ശരിയാണ്. ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. എന്റെ അഭിപ്രായമാണ് പറയുന്നത്, കേൾക്ക്. അതെ, ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം പറയാം. ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം എന്തുകൊണ്ട് ശരിയെന്നോട് വിശദീകരിക്കട്ടെ. ശരിയാണ് എന്തുകൊണ്ടെന്നാൽ അതേന്നെ ആണെന്ന് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. അതാണ് കാരണം പറയാം. കാരണം കൂടി ബാക്കിയുടെ അതിൻ്റെ കൂടെ എഴുതിക്കൊള്ളാം. ഈ പദ്ധതിയുടെ NEPയുടെ ഭാഗമായിട്ടുള്ള 2 പ്രൊജക്റ്റുകളാണുള്ളത്. ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM ഉഷ. ശ്രദ്ധിക്കണം, അത് 2023 ഒപ്പിട്ടു. ക്യാബിനറ്റ് കാണാതെയാണ്. ക്യാബിനറ്റ് കാണേണ്ട കാര്യമില്ല. 2, അതേപോലെയുള്ള മറ്റൊരു പദ്ധതിയാണ് PM ശ്രീ. അത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒരു ചർച്ച രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വകുപ്പ് സെക്രട്ടറി പോയാണ് ഒപ്പിട്ടിരിക്കുന്നത്. വകുപ്പ് സെക്രട്ടറി PM ഉഷയിലും അങ്ങനെ ഒപ്പിട്ടത്. 2023 ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ PM ഉഷ നമ്മൾ ഒപ്പിട്ടു. 2020 തന്നെ നമ്മുടെ ഇതിൻ്റെ സമഗ്ര ശിക്ഷാ അഭിയാനെ ഇതിൻ്റെ ഭാഗമാക്കി. ഓരോ ഘട്ടങ്ങളിലും നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു. നമ്മുടെ വേറൊരു വകുപ്പിൽ ഈ പറയുന്ന നടപ്പിലാക്കി. ഞാൻ വ്യക്തതയിലേക്ക് പോകാത്തതുകൊണ്ട് അത് പറയാത്തത്. ഞാനത് മനസ്സിലാക്കിയിട്ടില്ല, അതിൻ്റെ കൂടുതൽ കാര്യം പഠിച്ചിട്ടില്ല. അപ്പോൾ PM ഉഷ എന്ന് പറയുന്നത് അത് മാത്രം എടുത്താൽ മതിയല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടാണത് ശരിയെന്ന് പറയുന്നത്? PMCയിൽ ഒപ്പിട്ടതിൽ തെറ്റില്ല, അത് ശരിയാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിന് ഗവൺമെൻറ് ഒരു ഫെഡറൽ സ്റ്റേറ്റിലെ ഒരു ഫെഡറൽ രാജ്യത്ത് ഒരിക്കലും കേന്ദ്ര സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളിൽ നിങ്ങൾ ഭാഗമായില്ല എങ്കിൽ നിങ്ങൾക്ക് 60-40 ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ തരില്ല, പണം തരില്ല, വിഹിതം തരില്ല എന്ന് പറയാണ്. അപ്പം ഞങ്ങളത് സപ്പോസ് ഒപ്പിടാതിരുന്നിരിക്കട്ടെ. ഇത്രയും നാളായി ഇത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പണം തരുന്നില്ല. കേരളത്തിലെ കൂടുതലുള്ള MP-മാർ കോൺഗ്രസ് അല്ലേ? ഒരാൾ രാജ്യസഭയിലോ ലോക്സഭയിലോ ഇത് ഉന്നയിച്ചിട്ടില്ലല്ലോ. എന്ത് ഉന്നയിക്കാത്തെ? പിന്നെ ഇത് സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന കേരളത്തിന് കിട്ടേണ്ട പണം ഒപ്പിട്ടില്ലെങ്കിൽ തരില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഏതേ മാധ്യമങ്ങൾ പറയാത്തത്? ഇനി പോട്ടെ, അതും പോട്ടെ. 2023 ഞങ്ങൾ ഒപ്പിട്ടു. ഇപ്പോൾ ഒപ്പിട്ടപ്പോൾ എന്തോ വലിയ സംഭവമാണ് PM ശ്രീ കൊണ്ട്. എനിക്ക് PM ഉഷ ഒപ്പിട്ടപ്പോൾ നിങ്ങളൊന്നും ഇവിടെ ജീവിച്ചിരിപ്പില്ലായിരുന്നോ? പറയാം. SFI എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അല്ലേ? അവർക്ക് SFIയുടെയും DYFIയുടെയും നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ല. NEPയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. അപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്, നാളെയുണ്ട്. അത് SFIയും പറഞ്ഞേ. ഞങ്ങൾ ഒപ്പിടാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് വിശദീകരിക്കുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതിൽ ശരിയാണ് പറയുന്നത്.